നമസ്കാരം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയും ഇന്ത്യയിലെ ഇലക്ട്രിക് ടൂ വീലർ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. രാജ്യത്ത് ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന ആക്ടിവയുടെ വൈദ്യുത പതിപ്പിനൊപ്പം മറ്റൊരു മോഡലും കമ്പനി സർപ്രൈസായി തന്നെ കൊണ്ടുവന്നിരുന്നു. ഇവയുടെ വിൽപ്പന അടുത്ത കൊല്ലമായിരിക്കും കമ്പനി തുടങ്ങുകയെന്നാണ് വിവരം. പക്ഷേ അതിനു മുൻപായി ചില സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകൾ കളം പിടിക്കാനായി പുത്തൻ മോഡലുകളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഇരുചക്ര വാഹന സ്റ്റാർട്ടപ്പായ ലെക്ട്രിക്സ ഇവിയാണ് എൻഡ്യൂറോ എന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. താങ്ങാനാകുന്ന വിലയും മികച്ച ഡിസൈനും ഒക്കെയാണ് എൻഡ്യൂറോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രത്യേകത. എൻഡ്യൂറോ 2.0, എൻഡ്യൂറോ 3.0 എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് ഇവി വിപണിയിൽ എത്തുന്നത്. ഇവയ്ക്ക് യഥാക്രമം 84,999 രൂപ, 94,999 രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത്. താങ്ങാനാകുന്ന വിലയുള്ളതിനാൽ തന്നെ മോഡൽ വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കുമെന്നും അറിയുന്നുണ്ട്. ഇലക്ട്രിക്സ് എൻഡ്യൂറോ ഇവിയുടെ രണ്ട് വേരിയന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത് ബാറ്ററി പാക്കിന്റെ വലുപ്പത്തിലാണ് എന്നതാണ്. ഇനി ബാറ്ററി വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ബാറ്ററി ലീസ് ഓപ്ഷനും തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. ഈ പ്ലാനിനൊപ്പം എൻഡ്യൂറോ 2.0 വേരിയന്റ് 57,999 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ബാറ്ററി ലീസിന്റെ സബ്സ്ക്രിപ്ഷൻ തുക പ്രതിമാസം 999 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. എൻഡ്യൂറോ ഇവിക്കായുള്ള ബുക്കിംഗ് ഡിസംബർ 7-ന് ആരംഭിക്കുമെന്നും ഇലക്ട്രിക്സ് അറിയിച്ചിട്ടുണ്ട്. കരുത്തുറ്റതും പരുക്കനുമായ ഡിസൈൻ യുവാക്കളെ ആകർഷിക്കാൻ പ്രാപ്തമാണ്. മുൻവശത്ത് ബോൾഡ് ഫ്രണ്ട് ഏപ്രണോട് കൂടിയ ഷാർപ്പ് ലുക്ക് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു യുണീക് സ്റ്റൈൽ പിടിക്കാൻ ഓൾ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പും ഇലക്ട്രിക് സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് കൗളിലാണ് ഇന്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്ററുകളും ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ പ്രായോഗികമാക്കാൻ 42 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയും എൻഡ്യൂറോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഫീച്ചറുകളിലും ആള് ധാരാളിയാണെന്ന് തന്നെ പറയാം. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബേസ് വേരിയന്റിൽ 5 ഇഞ്ച് കളർ സെഗ്മെന്റഡ് LED സ്ക്രീൻ കൊടുത്തപ്പോൾ ടോപ്പ് എൻഡ് മോഡലിൽ 5 ഇഞ്ച് TFT സ്ക്രീനാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. മൊബൈൽ ആപ്പ് കണക്ടിവിറ്റി, റൈഡ് അനലിറ്റിക്സ്, ബാറ്ററി സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എന്നിവയെല്ലാം രണ്ട് ക്ലസ്റ്ററിലും ലഭ്യമാകും. സേഫ്റ്റി ഫീച്ചറുകളിലേക്ക് നോക്കിയാൽ രണ്ട് പതിപ്പുകളും ഹിൽ ഹോൾഡ് അസിസ്റ്റ്, റിവേഴ്സ് മോഡ്, തെഫ്റ്റ് അലേർട്ടുകൾ, ഒരു സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് മെക്കാനിസം തുടങ്ങിയ സവിശേഷതകളോടെയാണ് വരുന്നത്. 2.3 kWh, 3 kWh എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണ് എൻഡ്യൂറോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 2.3 kWh ബാറ്ററിയുള്ള ഇലക്ട്രിക് എൻഡ്യൂറോ 2.0 വേരിയന്റ് സിംഗിൾ ചാർജിൽ 90 കിലോമീറ്റർ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം 3 kWh ബാറ്ററി പാക്കുമായി വരുന്ന 3.0 മോഡൽ ഒരൊറ്റ ചാർജിൽ 117 കിലോമീറ്റർ വരെ ഓടാൻ പ്രാപ്തമായിരിക്കും. രണ്ട് വേരിയന്റുകളിലും 2.4 kW ഇലക്ട്രിക് മോട്ടറാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്കൂട്ടറിന് 65 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാനും അനുവദിക്കുന്നുണ്ട്. 5.1 സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് 40 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ തങ്ങളുടെ പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറിനാകും എന്നാണ് ഇലക്ട്രിക്സ് അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം. സാർ ഗ്രൂപ്പിന്റെ ഇലക്ട്രിക് മൊബിലിറ്റി വിഭാഗമായ ഇലക്ട്രിക്സ് ഇവി കുറച്ചു കാലമായി ഇന്ത്യൻ വൈദ്യുത വാഹന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ്. എൻഡ്യൂറോ കൂടാതെ LXX G2.0, LXS G3.0 എന്നീ ജനപ്രിയ സ്കൂട്ടറുകളും കമ്പനിയുടെ നിരയിൽ ഉണ്ട്.